നോട്ടത്തിന്റെ സമയത്ത് യു മെറ്റ് വിശാൽ ഭരദ്വാജ്, റൈറ്റ്? Man. എന്തെങ്കിലും ദൂരെ നിന്നെങ്കിലും ഒരു 100 മീറ്റർ അകലെ നിന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഫിലിം മേക്കറാണ്. യു മെറ്റ് ഹിം, യു ടോക്ക് ടു ഹിം ആൻഡ് ടെൽ മീ അബൌട്ട് യുവർ എക്സ്പീരിയൻസ് ജസ്റ്റ് ടു ഡു ഫാൻ ബോയ് എന്ന രീതിയിൽ അറിയാൻ വേണ്ടി. ഞാനും വളരെ വലിയ ഫാൻ ഗേളും ആണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് പുള്ളിയുടെ മറ്റേ എന്താണ് ഷേക്സ്പിയറിന്റെ അഡാപ്റ്റേഷൻ, ആ ട്രിലജി മാത്രമല്ല. ലൈക്ക് ഞാൻ ഐ തിങ്ക് മക്ഡി മുതൽ ഞാൻ ഫാൻ ഗേളായി. മക്കളി ഇപ്പൊ കാണുമ്പോഴും നല്ല പേടിയാണ്, നല്ല ഇമ്പാക്റ്റ് ഉള്ള ഫിലിമല്ലേ. അപ്പോൾ നമ്മുടെ വർക്ക് ഇതുപോലത്തെ ഒരു ഡയറക്ടർ കണ്ടല്ലോ എന്ന ആ ഒരു ഫീലിംഗ് ശരിക്കും അതെനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. ലൈക്ക് ഓക്കെ ഇപ്പൊ വരുന്നുണ്ട്, പ്രിപ്പയർ ചെയ്തോ, അത് ഇഫ്ലയില് വെച്ച് മറ്റേ ലോസ് ആഞ്ചലസ് ഫിലിം ഫെസ്റ്റിവലിൽ വെച്ച് ആനന്ദും പ്രൊഡ്യൂസറും ഉണ്ടായിരുന്നു. അപ്പൊ അവർ രണ്ടുപേരും മീറ്റ് ചെയ്തുള്ളൂ, എനിക്ക് വിസ കിട്ടിയില്ല, അപ്പൊ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ മാമിയിൽ വെച്ചാണ് ഓൾമോസ്റ്റ് ഒരു 3 മാസത്തിന് ശേഷമാണ് ഈ ഫെസ്റ്റിവലിന് കഴിഞ്ഞിട്ടാണ് മാമി നടക്കുന്നത്. അവിടെ വെച്ചാണ് നമ്മൾ ടീം എല്ലാവരും വിശാൽ ഭരദ്വാജിനെ മീറ്റ് ചെയ്യുന്നത്. മാമും കൂടെ ഉണ്ടായിരുന്നു, രേഖ മാമും കൂടെ ഉണ്ടായിരുന്നു. അവര് ശരിക്കും അവർക്ക് രണ്ടുപേർക്കും വർക്കായ ഒരു പടമാണ്. രേഖ മാം എപ്പോഴും പറഞ്ഞു, ഞാനിപ്പോഴും ആ കൾപ്രിറ്റിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്, ഞാനിത് ഇതുവരെ മറന്നിട്ടില്ല, ആരാ ചെയ്ത എന്നുള്ള ഇതിപ്പോഴും ആ ചോദ്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതൊക്കെ അതുപോലത്തെ വിശാൽ ഭരദ്വാജ്, രേഖ ഭരദ്വാജ് ഇവരൊക്കെ ഇതുപോലത്തെ ചോദ്യങ്ങൾ നമ്മുടെ വർക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമായിരുന്നു. നല്ല സന്തോഷം. അത് ഒരു ടോപ്പ് മൊമെന്റ് തന്നെയായിരുന്നു.